കെ.എസ്.ആർ.ടി.സിക്ക് തിരിച്ചടി എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. ആ പേര് കേരളത്തിന് മാത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധി ഉണ്ടാവുന്നത്. കർണാടക RTCയും ആ പേരിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് ഏറെ നാളെ ഉപയോഗിച്ചു വന്നിരുന്ന ആ പേര് ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള കോടതി വിധി പുറത്തുവരുന്ന മണിക്കൂർ കൂടിയാണ് ഇത്. പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കെ.എസ്.ആർ.ടി.സി എന്ന പേര് ഉപയോഗിക്കാൻ കേരളത്തിനും കർണാടകത്തിനും തുല്യ അവകാശമെന്ന് മദ്രാസ് ഹൈക്കോടതി. കെ.എസ്.ആർ.ടി.സി എന്ന പേര് കേരളത്തിന് മാത്രം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. വർഷങ്ങളായി ഉപയോഗിക്കുന്ന പേര് ഒരു സംസ്ഥാനത്തിനായി മാത്രം നൽകാൻ കഴിയില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മനേഷ് മൂർത്തിയുടെ വിവരങ്ങളുമായി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 2013 കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ കർണാടകം ഈ കെ.എസ്.ആർ.ടി.സി എന്ന പേര് രജിസ്റ്റർ ചെയ്തത്. അതോടുകൂടിയാണ് ഈ നിയമ പോരാട്ടം ആരംഭിക്കുന്നത്. 2019 കേരളവും സമാനമായ രീതിയിൽ ഈ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് രണ്ടുപേരും ഈ സമാനമായ രീതിയിൽ കെ.എസ്.ആർ.ടി.സി എന്ന പേര് ഉപയോഗിച്ചു വരികയുമായിരുന്നു. പക്ഷേ താങ്കൾക്ക് മാത്രമായി ഈ കെ.എസ്.ആർ.ടി.സി എന്ന പേര് അനുവദിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെന്നൈയിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലറ്റ് ട്രിബ്യൂണലിൽ കേരളം ഹർജി നൽകുന്നത്. പിന്നീട് ഈ പറഞ്ഞ അപ്പലറ്റ് ട്രിബ്യൂണൽ ഒഴിവാക്കുകയും അങ്ങനെ ആ കേസുകളെല്ലാം തന്നെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് വരികയുമായിരുന്നു. അങ്ങനെയാണ് മദ്രാസ് ഹൈക്കോടതി ഈ കേസ് എടുക്കുന്നത്. 12-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി വരുന്നത്. വർഷങ്ങളായി രണ്ട് സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് ഒരു സംസ്ഥാനത്തിന് മാത്രമായി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് സെന്തിൽകുമാർ രാമമൂർത്തി അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും തങ്ങൾക്ക് സ്വന്തമായി ആ ഒരു പേര് വേണം എന്ന കേരളത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താൻ അനുമതിയില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. നവകേരള സദസ്സ് നടത്തുന്നത് ആരാധനാക്രമത്തെ ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചാണ് ദേവസ്വം ബെഞ്ചിന്റെ നടപടി. കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ അനുമതിക്കെതിരെ കൊല്ലം കുന്നത്തൂർ സ്വദേശി ജയകുമാർ, മൈനാഗപ്പള്ളി സ്വദേശി ഓമനക്കുട്ടൻ പിള്ള എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ക്ഷേത്രത്തിന്റെ പടനിലത്ത് നടക്കുന്ന പരിപാടി ദീപാരാധനയടക്കം ബാധിക്കും എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ആരാധനയെ പരിപാടി ബാധിക്കില്ലെന്ന് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സർക്കാർ വാദങ്ങൾ തള്ളിയ കോടതി ദേവസ്വം ബോർഡ് നൽകിയ അനുമതി റദ്ദാക്കി. കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സാണ് ചക്കുവള്ളി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മൈതാനത്ത് നിശ്ചയിച്ചിരുന്നത്. 24 കൊല്ലം. പ്രൈം ടൈം ന്യൂസ് തുടരുകയാണ്. ആലപ്പുഴയിലെ നവകേരള സദസ്സിൽ കുഴുക്കുന്നത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിവാദം. ഖനനത്തിൽ മാത്യു കുഴനാടന്റെ പരാമർശത്തെ ജൽപ്പനമെന്ന് വിളിച്ച മുഖ്യമന്ത്രിക്കെതിരെ കരിമണൽ ഖനന വിരുദ്ധ സമിതി രംഗത്തെത്തി. ഖനനത്തിനെതിരെ സമരസമിതി തീരപ്രദേശങ്ങളിൽ കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചു. തോട്ടപ്പള്ളി കരിമണൽ ഖനനം CMRLന് വേണ്ടിയുള്ളതാണെന്നും മാസപ്പടിക്ക് പകരമായുള്ള സേവനമാണെന്നുമായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇതിനെയാണ് മുഖ്യമന്ത്രി ജൽപ്പനമെന്ന് വിളിച്ചത്. എത്ര തെറ്റായ നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത്. അതിനെ എതിർത്തുകൊണ്ട് ആ എതിർത്ത മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഇപ്പോഴും എന്തൊക്കെയോ ജൽപ്പനങ്ങൾ നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അത് ശരിയായ നടപടിയായിരുന്നു. ഒരു പെശകുമതിലില്ല. നാടിന് വേണ്ടിയുള്ള നടപടിയായിരുന്നു. അത് അതേ രീതി തന്നെ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് തുടർ നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ മാത്യു കുഴൽനാടൻ പറഞ്ഞത് വസ്തുതയാണെന്നും നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് തോട്ടപ്പള്ളിയിൽ ചെയ്തിട്ടുള്ളതെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഖനന വിരുദ്ധ സമരസമിതി രംഗത്തെത്തി. ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി തീരദേശ ജനതയെ മുഴുവൻ, നാടിനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇത് വളരെ വ്യക്തമായി ഇതിനകത്ത് പേര് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുന്നു. എന്ത് ജൽപ്പനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കേണ്ടതുണ്ട്. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നവകേരള സദസ്സ് നടന്ന തീരദേശ ഭാഗങ്ങളിൽ കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചു. 24 ആലപ്പുഴ. കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത സമരത്തെ പിന്തുണച്ച് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കാൻ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 24-ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിലായിരുന്നു പ്രതികരണം. PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തു. CPIM-നൊപ്പം ഒരു സമരത്തിനും ഇല്ലെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരും സംസ്ഥാനവും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടയിലാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശം. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വാങ്ങിയെടുക്കാൻ സർവകക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി.
കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനെയും കൂടി കൂട്ടി പിന്നെ ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ. കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ, പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ CPIM-നൊപ്പം ഒരു സമരത്തിനും ഇല്ലെന്ന് വ്യക്തമാക്കിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയം മാത്രമല്ല സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് കുറ്റപ്പെടുത്തി. CPM-മായി ചേർന്നിട്ട് ഞങ്ങൾ ഒരു സമരത്തിനുമില്ല. ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ അഴിമതിയും മുഖ്യമന്ത്രിയുടെ ടീമിന്റെ കെടുകാര്യസ്ഥതയുമാണ് ഈ ധനപ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കുഞ്ഞാലിക്കുട്ടിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും, എന്നാൽ അതിനർത്ഥം മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഗതാർഹമായ നിലപാടാണ്. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം ആ രീതിയിൽ മാത്രമേ പ്രതികരിക്കാനാവൂ. ഇത് ഞങ്ങൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷത്തോട് പൊതുവെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നവകേരള സദസ്സിന്റെ വിജയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 24 കോഴിക്കോട്. ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നത രൂക്ഷമായിരിക്കെ ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ ചെയർമാൻ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം. സമാപന ചടങ്ങിനിടെ രഞ്ജിത്തിന്റെ പേര് പരാമർശിച്ചപ്പോൾ കാണികളുടെ ഭാഗത്തുനിന്ന് കൂകിവിളിയുണ്ടായി. ചെയർമാനെ തിരുത്തുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നാണ് അംഗങ്ങളുടെ ആവശ്യം. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിലാണ് രഞ്ജിത്തിനെതിരെ പ്രതിഷേധമുയർന്നത്. അധ്യക്ഷ പ്രസംഗത്തിനിടയിലും വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനിടയിലും കാണികളുടെ നിർത്താതെയുള്ള കൂവൽ. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, എന്നാൽ വിവാദങ്ങളോ മറ്റു വിഷയങ്ങളെപ്പറ്റിയോ രഞ്ജിത്ത് പരാമർശിച്ചില്ല. അക്കാദമിയിലെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ പരാതിയുമായി എത്തിയതിന് പിന്നാലെയാണ് കാണികളുടെ പ്രതിഷേധം. ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തതും കൗൺസിലിലെ ഒരംഗത്തോട് അപമര്യാദയായി പെരുമാറിയതുമാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ചെയർമാനെ തിരുത്തുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. നമ്മുടെ ചെയർമാന്റെ ധാരണ മുണ്ടിന്റെ കോന്തലയും പിടിച്ച് ഒരു 6 പൂർണ്ണ രീതിയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതാണ്. വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. മാടമ്പിത്തരത്തിനാണ് ഞങ്ങൾ എതിരെ നിൽക്കുന്നത്. അതേസമയം അക്കാദമിയിൽ ഭിന്നതയില്ലെന്ന വാദത്തിലാണ് രഞ്ജിത്ത്. ഇപ്പോൾ താൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞു. ഈ നടന്നു എന്ന മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? ഭിന്നതയില്ലെന്ന വാദം ചെയർമാൻ ഉന്നയിക്കുമ്പോഴും അക്കാദമിയിലെ അസ്വാരസ്യങ്ങളിൽ സാംസ്കാരിക വകുപ്പിനും സർക്കാരിനും തലവേദനയാകുകയാണ്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നടന്ന 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് സ്വന്തമാക്കി. പ്രേക്ഷക പ്രീതിയടക്കം 2 പുരസ്കാരങ്ങൾ മലയാള ചിത്രം തടവ് നേടി. വ്യവസായവൽക്കരണം ഒരു ഗ്രാമത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത ജപ്പാനീസ് ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ് മേളയിലെ മികച്ച ചിത്രമായി. റുസുക്കെ ഹാമാഗുച്ചിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. മികച്ച സംവിധായകനുള്ള രജത ചകോരം സംവിധായകൻ ഷോക്കിർ ഖോലിഗോവ് സ്വന്തമാക്കി. വൃദ്ധ ദമ്പതിമാരുടെ ജീവിതം പ്രമേയമാക്കിയ സൺഡേ എന്ന ചിത്രത്തിനാണ് നേട്ടം. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും സൺഡേക്ക് തന്നെയാണ്. മലയാള ചിത്രമായ തടവ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രമായി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം സ്വന്തമാക്കിയത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം. മികച്ച മത്സര ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം സ്പാനിഷ് സംവിധായകൻ ഫെലിപ്പോ കാർമോണയുടെ പ്രിസൺ ഇൻ ദ ആൻഡസ് സ്വന്തമാക്കി. മികച്ച മലയാള നവാഗത സംവിധായികയായി B32 മുതൽ 44 വരെയിലൂടെ ശ്രുതി ശരണ്യം നേടി. ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിന് ഉത്തം കാമാട്ടി അർഹനായി. സിനിമാ രംഗത്ത് സംവിധായകർക്ക് നൽകുന്ന സമഗ്ര സംഭാവന കണക്കിലെടുത്തുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ഏറ്റുവാങ്ങി. 24 തിരുവനന്തപുരം. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 24ന് പുരസ്കാര തിളക്കം. തിരുവനന്തപുരം റിപ്പോർട്ടർ K ഹരികൃഷ്ണൻ ജൂറിയുടെ പ്രത്യേക പരാമർശത്തിന് അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് പുരസ്കാരം.
മലപ്പുറം മഞ്ചേരിയിൽ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 5 പേർക്ക് ദാരുണാന്ത്യം. ഒരു കുടുംബത്തിലെ 4 പേരും ഓട്ടോ ഡ്രൈവറുമാണ് മരിച്ചത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. മഞ്ചേരി കിഴക്കേത്തലയിൽ നിന്ന് പുല്ലൂരിലേക്ക് പോകുന്ന ഓട്ടോ ആണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ്, മൂസിന, സഹോദരി തസ്നീമയുടെ മക്കളായ 7 വയസ്സുകാരി റിൻഷ ഫാത്തിമ, 3 വയസ്സുകാരി റൈസ ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സാബിറ, 11 വയസ്സുകാരൻ മുഹമ്മദ് നിഷാദ്, 4 വയസ്സുകാരി അഹ്സ ഫാത്തിമ, മുഹമ്മദ് അനാൻ, റൈഹാൻ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ എത്തിയതിന് മുമ്പ് തന്നെ ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർക്ക് അതീവ ഗുരുതരാവസ്ഥയാണ് ഇവിടെ എത്തിയിട്ടാണ് മരണപ്പെട്ടത്. പിന്നെ 2 പേരെ ഗുരുതരായിട്ട് കൊരമ്പ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്താണ് അവസ്ഥ, ഒന്ന് ഡെത്തായെന്ന് പറയുന്നുണ്ട്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഡ്രൈവറും ഈ കുട്ടി മരണപ്പെട്ടത്. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകട കാരണം വ്യക്തമായിട്ടില്ല. ഇറക്കമിറങ്ങി വന്ന ബസ് ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പിഴവ് ആരുടെ ഭാഗത്താണെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് മലപ്പുറം SP പറഞ്ഞു. പരിശോധിക്കട്ടെ. ഞങ്ങളിപ്പോൾ ഒന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ആലോചിച്ചിട്ട് ഞങ്ങളൊന്ന് സ്ഥലം ഒരു സംയുക്തമായിട്ട് പരിശോധന നടത്തും. അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് നോക്കും. ഇപ്പോൾ 3 ഇപ്പോൾ 2 പേരും കൂടി വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് അതൊന്നും അറിഞ്ഞിട്ട് പറയാം. എന്തായാലും ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കട്ടെ, പരിശോധിച്ചിട്ട് പറയാം. അപകടം നടന്ന സ്ഥലത്ത് പോലീസും മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തി. ബസിന്റെ ഡ്രൈവറെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തീർത്ഥാടകർ മറ്റൊരു വാഹനത്തിൽ ശബരിമലയിലേക്ക് പോയി. 24 മലപ്പുറം. മാവേലിക്കരയിൽ 6 വയസ്സുകാരി നക്ഷത്രയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പിതാവ് ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു. മാവേലിക്കര സ്വദേശി ശ്രീ മഹേഷാണ് മരിച്ചത്. വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് സംഭവം. മാവേലിക്കരയിൽ 6 വയസ്സുകാരിയായ നക്ഷത്രയെ മഴുകൊണ്ട് തലക്കടിച്ചു വന്ന കേസിലെ പ്രതിയാണ് പിതാവ് ശ്രീ മഹേഷ്. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം തിരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് സംഭവം. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ തള്ളിമാറ്റി മെമു ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ഇയാൾ. ശ്രീ മഹേഷ് തൽക്ഷണം മരിച്ചു. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി ആഷ് എ ബാൽ മുൻപാകെയാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. നക്ഷത്രയെ കൊലപ്പെടുത്തിയ തൊട്ടടുത്ത ദിവസം ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ശ്രീ മഹേഷ് ജയിലിൽ വെച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ശ്രീ മഹേഷിനെ ഇന്ന് രാവിലെയാണ് ആലപ്പുഴയിലെ കോടതിയിൽ കൊണ്ടുവന്നത്. സാക്ഷ്യവിസ്താരം ജനുവരി 16 ആരംഭിക്കാനായി കോടതി മാറ്റിയിരിക്കുകയായിരുന്നു. ആദ്യ ഭാര്യയുടെ മരണശേഷം പുനർവിവാഹിതനാകാനുള്ള നീക്കത്തിന് നക്ഷത്ര തടസ്സമാകുന്നുവെന്ന് കണ്ട് കൊലപ്പെടുത്തിയെന്നും സ്വന്തം മാതാവിനെ വധിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ശ്രീ മഹേഷിനെതിരായ കേസ്. 24 കൊല്ലം. കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ ദേഹോപദ്രവം ഏൽപ്പിച്ച സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിർദ്ദേശം. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. വർഷങ്ങളായി മരുമകൾ തന്നെയും മകനെയും മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് 80-കാരി ഏലിയാമ്മ വർഗീസ് വെളിപ്പെടുത്തി. മഞ്ജുമോൾ തോമസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സ്കൂളിലെ ജോലിയിൽ നിന്നും പുറത്താക്കി. 24 ബിഗ് ഇമ്പാക്ട്. കൊല്ലം തേവലക്കരയിൽ കുടുംബവഴക്കിന്റെ പേരിൽ 80 വയസ്സുകാരിയെ മർദ്ദിച്ച മരുമകൾ അറസ്റ്റിൽ. ഹയർ സെക്കൻഡറി അധ്യാപിക കൂടിയായ മഞ്ജുമോൾ തോമസ് ആണ് അറസ്റ്റിലായത്. വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മർദ്ദന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി മരുമകൾ തുടർന്ന ക്രൂരമർദ്ദനം ഒടുവിൽ 24 വാർത്തയെ തുടർന്നാണ് പുറം ലോകം അറിഞ്ഞത്. അധ്യാപികയായ മരുമകൾ മഞ്ജുമോൾ തോമസ് മുറിയിൽ പൂട്ടിയിട്ടാണ് മർദ്ദിച്ചിരുന്നതെന്ന് 80-കാരിയായ ഏലിയാമ്മ വർഗീസ് പറയുന്നു. മർദ്ദനമേറ്റ് നിലത്ത് വീണാലും ചവിട്ടും. വൃത്തിയിലെന്ന പേരിലായിരുന്നു മർദ്ദനമെന്നും ഈ അമ്മ. എന്നെ തല്ലുപിടിക്ക് കുത്തി ഇവനില്ലായിരുന്നു. അവൻ വന്ന് എന്നെ ചെള്ളിയിട്ട് എന്റെ കാലിൽ ഛർദ്ദിൽ വീണത് കൊണ്ട് ഞാനത് എടുത്ത് മാറ്റി വെച്ചു. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊല്ലം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തു. 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. അറസ്റ്റിലായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മക്കളെ പരിചരിക്കാൻ ജാമ്യം വേണമെന്ന മഞ്ജുമോൾ തോമസിന്റെ ആവശ്യം തള്ളിയാണ് ചവറ കോടതിയുടെ നടപടി. മഞ്ജുമോൾ തോമസിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി സ്കൂൾ മാനേജ്മെന്റും വ്യക്തമാക്കി. 6 വർഷം നീണ്ട കൊടിയ മർദ്ദനമാണ് 80-കാരിയായ ഏലിയാമ്മയ്ക്ക് മരുമകളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. മരുമകൾ മഞ്ജു തോമസിന് കടുത്ത ശിക്ഷ ലഭിക്കണമെന്നാണ് പൊതുസമൂഹം മുന്നോട്ട് വെക്കുന്ന ആവശ്യം. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ ആസൂത്രകൻ ലളിത് ജായെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുടെ ഫോണുകൾ കണ്ടെത്താൻ വിശദമായി ചോദ്യം ചെയ്യും. ലളിത് ജായെ സഹായിച്ച 2 പേരും കസ്റ്റഡിയിലുണ്ട്.
ലളിത്ജയെ വിശദമായി ചോദ്യം ചെയ്യാനായി 15 ദിവസത്തെ കസ്റ്റഡിയാണ് ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടതെങ്കിലും 7 ദിവസത്തെ കസ്റ്റഡിയാണ് പട്യാല ഹൗസ് കോടതി അനുവദിച്ചത്. സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. ഒളിവിൽ കഴിഞ്ഞ രാജസ്ഥാനിൽ വെച്ച് മൊബൈൽ ഫോണുകൾ കത്തിച്ചു കളഞ്ഞുവെന്നാണ് ലളിത്ജയുടെ മൊഴി. അതിക്രമ ദൃശ്യങ്ങൾ ഫോണിൽ ചിത്രീകരിച്ച് കൊൽക്കത്ത ആസ്ഥാനമായ എൻജോയ്ക്ക് അയച്ച ശേഷമാണ് രാജസ്ഥാനിലെ നഗൌറിലേക്ക് കടന്നത്. പ്രതികൾ കഴിഞ്ഞ 15 ദിവസത്തിനിടെ വിളിച്ച 50 ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലളിതിനെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച മഹേഷ്, കൈലാഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ മഹേഷിന് അതിക്രമത്തെക്കുറിച്ച് നേരത്തെ വിവരമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ വിശാലിന്റെയും ഭാര്യയുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികളെ പാർലമെന്റ് സമുച്ചയത്തിലെത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം. നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പ്രതികളെ ഗുരുഗ്രാമിലെ വിശാൽ ശർമ്മയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുക്കും. 24 ഡൽഹി. പാർലമെന്റ് നടപടികൾ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പാർലമെന്റ് അതിക്രമ വിഷയത്തിലെ സർക്കാർ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്നും BJP എംപിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയത്. വിഷയത്തിലെ പ്രതിപക്ഷ സമീപനം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് രാജ്യസഭയിലെ BJP സഭാ നേതാവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. പ്രശ്നം വിശദമായി ചൊവ്വാഴ്ച ചേരുന്ന BJP പാർലമെന്ററി പാർട്ടി യോഗം വിലയിരുത്തും. നടപടികൾ തുടങ്ങും മുൻപേ പാർലമെന്റ് വളപ്പ് ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിന് വേദിയായി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം. 11 മണിക്ക് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ സ്തംഭിച്ചു. ഉച്ചയ്ക്ക് വീണ്ടും ചേർന്നപ്പോഴും നടപടികൾ ക്രമപ്രകാരം മുന്നേറിയില്ല. ഇരുസഭകളിലും നടുത്തളത്തിലിറങ്ങിയ അംഗങ്ങൾ പ്രതിഷേധം തുടർന്നു. പ്രതിപക്ഷ പ്രതിഷേധം ആത്മാർത്ഥത ഇല്ലാത്തതെന്നായിരുന്നു സർക്കാരിന്റെ വിമർശനം. രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രതിപക്ഷ സമീപനം പക്വതയില്ലാത്തതാണെന്ന് കുറ്റപ്പെടുത്തി. പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാനായി സർക്കാർ നടത്തിയ അനൌദ്യോഗിക ആശയവിനിമയങ്ങൾ വിജയം കണ്ടില്ല. BJP എംപിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നു. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ BJP പാർലമെന്ററി പാർട്ടി യോഗം സാഹചര്യങ്ങൾ വിശദമായി വിലയിരുത്തും. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. വണ്ടിപ്പെരിയാറിൽ നീതി അകലെയോ? ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും കുട്ടിയുടെ കുടുംബവും. പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് നിയമസഭാ സഹായമൊരുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അന്വേഷണവും തെളിവ് ശേഖരണവും ശരിയായ ദിശയിലായിരുന്നു എന്ന് പറയുന്ന കുടുംബം പക്ഷേ SC/ST പീഡന നിരോധന നിയമം പ്രതിക്കെതിരെ ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കുറ്റപ്പെടുത്തി. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനൊരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരപിള്ള അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശാസ്ത്രീയ തെളിവുകളോടെയാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞു. സയന്റിഫിക് ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മൾ ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത് അവർ സയന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ. ഇത് പ്രതിയെ വെറുതെ വിട്ട കോടതി വിധി സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. CPIM നേതാക്കൾ ഇടപെട്ട് കേസ് അട്ടിമറിച്ചുവെന്നും അന്വേഷണ സംഘം പരാജയപ്പെട്ടതിന്റെ കാര്യം പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുക. 2 വഴിയാണുള്ളത്. ഒന്ന് നേരെ അപ്പീൽ പോവുക. 24 ഇടുക്കി.
ഇപ്പോഴൊരു വാർത്ത അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലം കടക്കൽ ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സ് വേദി മാറ്റിയെന്നുള്ളതാണ്. ചക്കുവള്ളിയിലെ വേദിയിൽ ഹൈക്കോടതിയിൽ ഉത്തരവ് വന്നിരുന്നു. ദേവസ്വം നൽകാൻ അനുമതി റദ്ദാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വേദി മാറ്റ തീരുമാനം കൂടി വരുന്നത്. വയനാട് വാഗേരിയിലെ നരഭോജി കടുവ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ. എത്രയും പെട്ടെന്ന് ദൗത്യം വിജയം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് നോർത്തേൺ CCF KS ദീപ പറഞ്ഞു. വാഗേരിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ കല്ലൂർകുന്നിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഇന്ന് രാവിലെ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു. പ്രജീഷിന്റെ മൃതദേഹം കിടന്ന പ്രദേശത്തു നിന്നും 1/2 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു പരിശോധന. മുത്തങ്ങിയിൽ നിന്നെത്തിച്ച 2 കുങ്കിയാനകളെയും ഉപയോഗിച്ചു. കടുവയ്ക്കായുള്ള ദൗത്യം എത്രയും വേഗം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നോർത്തേൺ CCF KS ദീപ പങ്കുവച്ചു. ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ID നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈഗർ നമ്മളുടെ വിസിനിറ്റിയിൽ തന്നെയായിട്ട് തന്നെ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. വാഗേരിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ കടുവയുടെ കാൽപ്പാടുകളും കാഷ്ടവും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയ 90 ഏക്കർ പ്രദേശത്തിന്റെ താഴെ ഞാറ്റടി മേഖലയിലാണ് കടുവ സാന്നിധ്യം. വാഗേരിയിലെ കടുവയും കല്ലൂർകുന്നിലെ കടുവയും രണ്ടാണെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ലൈവ് ക്യാമറ 3 എണ്ണം വേറെ 25 ക്യാമറ ട്രാപ്സ് ഉണ്ട്. ലൈവ് ക്യാമറാസ് 3 എണ്ണം വെച്ചിട്ടുണ്ട്. ലൈവ് ക്യാമറയിലും വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാഗേരി മേഖലയിൽ രാത്രിയിലും വനം വകുപ്പ് പരിശോധന തുടരുന്നുണ്ട്. വനം വകുപ്പിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയുണ്ട് വാഗേരിയിലെ കടുവ. ഉചിതമായ ഇടം കിട്ടിയാൽ വെടിയുതിർക്കും. റിബിൻ ജോൺ പാലേരിക്കൊപ്പം കൂടല്ലൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കൊല്ലം കടക്കൽ ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സിന്റെ വേദി മാറ്റി. വിവരങ്ങളുമായ അരുൺരാജ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, ചക്കവള്ളിയിലെ നവകേരള സദസ്സിന്റെ വേദി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിലാണ് കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ മൈതാനത്തെ നവകേരള സദസ്സിന്റെ വേദി കൂടി മാറ്റാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കടക്കൽ ക്ഷേത്രത്തിനുള്ളിൽ വേദി എത്തിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയിൽ ഭക്തർ ചോദ്യം ചെയ്തിരുന്നു. ഈ കേസ് തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ വേദി മാറ്റാനുള്ള തീരുമാനം ഇപ്പോൾ സംഘാടകർ എടുത്തിരിക്കുന്നത്. 2 കാരണങ്ങളാണ് സംഘാടകർ പറയുന്നത്. ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിധി ഉണ്ടായാൽ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് വേദി മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഉടൻ തന്നെ മാറ്റുന്നു എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അരുൺരാജ്, കൊല്ലത്തുനിന്ന്. കൊച്ചിക്ക് സംഗീത ലഹരി പകരാൻ DB നൈറ്റ് ചാപ്റ്റർ 3 ഫ്ലവേഴ്സും 24 ചേർന്നൊരുക്കുന്ന സംഗീത സായാഹ്നത്തിന് നാളെ തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ട് വേദിയാകും. സംഗീത പ്രേമികളുടെ പ്രിയ ഗായകരും മ്യൂസിക് ബാൻഡുകളും DB നൈറ്റിൽ അണിനിരക്കും. DB നൈറ്റ് ചാപ്റ്റർ 3യുടെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. രാഗതാളങ്ങളുടെ പല ഭാവങ്ങൾ, നവസംഗീതത്തിന്റെ നവ്യസംഗമം കൊച്ചി. സ്കീ ഐസ്ക്രീം പ്രസൻസ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് DB നൈറ്റ് ചാപ്റ്റർ 3. കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും പിന്നാലെയാണ് DB നൈറ്റിന് കൊച്ചി വേദിയാകുന്നത്. ആസ്വാദകരെ സംഗീതത്തിൽ ആറാടിക്കുന്ന ആഘോഷത്തിന് നാളെ വൈകിട്ട് 3:30 തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമാകും. അവിയൽ, പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ്, 43 മൈൽസ് തുടങ്ങിയ ബാൻഡുകളും ഗായകരായ ജോബ് കുര്യൻ, ബ്രോധാവി എന്നിവരും DB നൈറ്റിന്റെ ഭാഗമാകും. പുതുമയുടെ ദൃശ്യ ശ്രവ്യ വിസ്മയങ്ങൾക്കായി കാത്തിരിക്കൂ. ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 3:30 മുതൽ കൊച്ചി ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ. DB നൈറ്റ് ചാപ്റ്റർ 3 ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. 24 കൊച്ചി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്പെഷ്യൽ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈ കോട്ടയം റൂട്ടിൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കും. തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പുതുച്ചേരിയിലും കനത്ത മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മുതിർന്ന ജഡ്ജിക്കും സഹായിക്കുമെതിരെ ഉത്തർപ്രദേശിലെ വനിതാ ജഡ്ജി നൽകിയ പീഡന പരാതിയിൽ ഇടപെട്ട് സുപ്രീംകോടതി. അലഹബാദ് ഹൈക്കോടതി രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടി ചീഫ് ജസ്റ്റിസ്. വനിതാ ജഡ്ജി പരാതി നൽകിയത് നിയമനകാലത്തുണ്ടായ അതിക്രമത്തിൽ. തെരഞ്ഞെടുപ്പ് കേസിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന് തിരിച്ചടി. ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീംകോടതി. എല്ലാ വിഷയങ്ങളും ഹൈക്കോടതി തന്നെ പരിഗണിക്കട്ടെ എന്ന നിലപാട്. ഡോക്ടർ ഷഹന കേസിൽ പ്രതി റുവൈസിന്റെ പിതാവിന് മുൻകൂർ ജാമ്യം. ഉത്തരവ് ഹൈക്കോടതിയുടേത്. റുവൈസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി സർക്കാരിന്റെ നിലപാട് തേടി. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും.
പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.